ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയുടെ കളഞ്ഞുപോയ ഫോണ് തിരികെ കിട്ടുകയും അത് മോഷ്ടിച്ച ആളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും വരുന്ന എപ്പിസോഡുകളാണ് ഉടനെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സച്ചിനെ പരിചയമുള്ളൊരു കടക്കാരന് ഈ ഫോണ് കിട്ടുവാണേ. ഈ ഫോൺ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മീരയുടെ കയ്യിൽ കടലിലൊഴുക്കി കളയാനാണല്ലോ ശ്രുതി ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ മീരയുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ മിസ്സാവുകയാണ്. മിസ്സായ ഫോൺ ഒരു കടക്കാരനാണ് കിട്ടുന്നത്. ആ കടക്കാരനാണെങ്കിലോ സച്ചിക്ക് അറിയാവുന്ന ഒരാളുമാണ്. അപ്പോൾ സച്ചിയെ കാണുമ്പോഴേക്കും ഇയാൾ ഈ ഫോൺ സച്ചിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഇതെങ്ങനെ തനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ഒരു പെണ്ണ് ഇവിടെ ഓട്ടോ കയറാൻ വേണ്ടി നിന്നപ്പോഴേക്കും ആളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണെന്ന് പറയുവാണ്. സച്ചിക്ക് ഏത് പെണ്ണാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. സച്ചി ആ ഫോണും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് രേവതിനോട് പറയുന്നുണ്ട്, രേവതി ദേ എൻ്റെ കളഞ്ഞുപോയ ഫോൺ കിട്ടിയിട്ടുണ്ട്, ഇതിൽ വല്ല മെസ്സേജൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് ആരെങ്കിലും അയച്ചു കൊടുത്തതോ നമ്മുടെ വീഡിയോയുടെയോ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ലേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചിലപ്പോൾ അവരത് ഡിലീറ്റ് ആക്കി കാണും സച്ചിയേട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അത് ശരിയാ, നീ ആ ശരത്തിനെ വിളിച്ചിട്ട് ആൻ്റണി തന്നെയാണോ ഈ വീഡിയോ ലീക്കായതിൻ്റെ പിന്നിലെന്ന് അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കാൻ പറയുമ്പോഴേക്കും രേവതി ശരത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഞാൻ എനിക്കറിയാവുന്നവരോടൊക്കെ അന്വേഷിച്ചായിരുന്നു, ആൻ്റണി ചേട്ടനായിട്ട് കണക്ഷൻ ഉള്ളവരോടൊക്കെ. പക്ഷെ അവരൊക്കെ പറഞ്ഞത് ഈ വീഡിയോ ലീക്കായതിൻ്റെ പിന്നിൽ ആൻ്റണി അല്ലെന്നാണ്. അപ്പോൾ സച്ചിയും രേവതിയും ഇത് വിശ്വസിക്കുന്നില്ലേ, ആൻ്റണി തന്നെയായിരിക്കും ഇതിൻ്റെ പിറകിലെന്ന് പറയുമ്പോൾ ശരത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്, എന്തായാലും ആൻ്റണി ചേട്ടനല്ല, എനിക്കുറപ്പാ, അയാൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞതെന്നൊക്കെ ശരത്ത് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതിനോടായിട്ട്. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും, രേവതി, ആൻ്റണി അല്ലെങ്കിൽ ആൻ്റണി ഏർപ്പാട് ചെയ്ത വേറെ ആരോ ഒരാൾ, അയാളാണ് ഇതിൻ്റെ പിറകിൽ, ഒരു പെണ്ണാണെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്, പെണ്ണിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഫോൺ മിസ്സായതെന്ന് പറഞ്ഞത്, ഒരുപക്ഷേ അത് പാർലറേട്ടത്തി ആണെങ്കിലോ എന്നൊക്കെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഹേയ്, ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ സച്ചി പറയും, ചെയ്യില്ലെന്നോ, നിനക്ക് അവളെ ശരിക്കും മനസ്സിലായിട്ടില്ല രേവതി, എനിക്ക് തോന്നുന്നത് ഈ പാർലറേട്ടത്തിൽ തന്നെയാണ് ഈ വീഡിയോ ലീക്കാക്കിയതിൻ്റെ പിന്നിലെന്നാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിനെ ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ശ്രുതി ചെയ്യുമോ? അപ്പോൾ സച്ചി ഉറപ്പിച്ച് പറയുന്നുണ്ട്, ശ്രുതി ചെയ്യും, ഒന്നെങ്കിൽ പാർലറേട്ടത്തി അല്ലെങ്കിൽ പാർലറേട്ടത്തിയുടെ ആ കൂട്ടുകാരിയില്ല മീര, അവളായിരിക്കും, ഈ രണ്ട് പെണ്ണുങ്ങളുടെ ഏതോ ഒരു പെണ്ണാണ് ഈ ഫോൺ എൻ്റെ അടിച്ചു മാറ്റിയതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇതൊക്കെ സച്ചിയേട്ടൻ്റെ ഊഹങ്ങൾ മാത്രമല്ലേ, നമുക്കത് തെളിയിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി, നീ മീരയുടെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ മീരയുടെ ഒരു ഫോട്ടോ എടുക്കണം, ആ ഫോട്ടോ ഞാൻ ആ കടക്കാരനെ കാണിച്ചു കൊടുക്കട്ടെ, മീരയുടെ ഫോട്ടോയും ശ്രുതിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കാം, ഏത് പെണ്ണാണ് ഏത് പെണ്ണിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഫോൺ മിസ്സായതെന്ന് നമുക്കപ്പം അറിയാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി സച്ചി പറഞ്ഞതനുസരിച്ച് മീരയുടെ വീട്ടിലോട്ട് പോവാണ്. മീരയുടെ വീട്ടിൽ പോയിട്ട് മീരേൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രേവതി ഒന്നും അറിയാതെ മീരയുടെ നല്ല ക്ലിയർ ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. സച്ചിക്ക് ഇത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. CID രേവതി കൊള്ളാലോ, നല്ല ക്ലിയർ ഫോട്ടോ ആണല്ലോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഈ ഫോട്ടോ ആ കടക്കാരനെ കൊണ്ടേ കാണിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ സച്ചിയുടെ തിരിച്ചു കിട്ടിയ ഫോണിൻ്റെ വിവരം വീട്ടിൽ പറയുന്നതിൻ്റെ ഇടയിൽ ശ്രുതി ഇത് കേൾക്കുവാണേ. ശ്രുതിക്കത് ഭയങ്കര ഷോക്കാവാണ്. കാരണം ശ്രുതിനോട് മീര പറഞ്ഞത് ഫോൺ കടലിൽ ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ആ കടലിൽ ഉപേക്ഷിച്ച ഫോൺ സച്ചിക്ക് എങ്ങനെ കിട്ടി? അതായി ശ്രുതിയുടെ ചിന്ത. ശ്രുതിക്ക് നല്ല ദേഷ്യം വരുവാണേ. ഒന്നെങ്കിലും മീര എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇതേ ടൈമിൽ തന്നെ നേരെ മീരയുടെ വീട്ടിലോട്ട് പോയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, മീരെ, നീ സച്ചിയുടെ ഫോൺ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അത് ഞാൻ കടലിൽ കളഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടേ, നീ ആരോടാ മീര ഈ കള്ളം പറയുന്നത്, നീ കടലിൽ തന്നെയാണോ കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മീര പറയും, ഹാ ശ്രുതി, ഞാൻ കടലിൽ തന്നെയാണ് കളഞ്ഞതെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, കടലിൽ കളഞ്ഞ ഫോൺ എങ്ങനെ സച്ചിയുടെ കയ്യിൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും മീരക്ക് അതൊരു ഷോക്കാവാണ്. മീര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ കളഞ്ഞുപോയ ഫോണേ സച്ചിക്ക് കിട്ടിയിട്ടുണ്ട്, സച്ചി ആ കിട്ടിയ വിവരം വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്, ഈ ഫോൺ മോഷ്ടിച്ചതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുക ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും മീര ഒന്നും മിണ്ടുന്നില്ലേ. നീ എന്തിനാ മീര എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അത് പിന്നെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ചീത്ത പറയത്തില്ലേ, നീ അതൊരു പ്രശ്നമൊക്കെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കള്ളം പറഞ്ഞത്. കടലിൽ കളയാൻ പറഞ്ഞ ഫോണ് വേറെ എവിടെയോ വെച്ച് മിസ്സായി, എന്തായാലും എന്താ, ആ ഫോണ് പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്നോടെങ്കിലും ആ സത്യം പറയായിരുന്നു ഫോൺ മിസ്സായി എന്നുള്ള കാര്യം, നീ എന്തിനാ മീര എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇതാണോ ഒരു കൂട്ടുകാരി, കള്ളം പറയുന്ന കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ്
മീരേനെ അപമാനിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഓഹോ ഞാനൊരു കള്ളം പറഞ്ഞപ്പോഴേക്കും നിനക്കിങ്ങനെ, നിന്റെ വായിൽ നിന്നും കള്ളങ്ങൾ മാത്രമല്ലേ വരാറുള്ളൂ, നിന്റെ ആ കള്ളങ്ങൾക്കൊക്കെ കൂട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ നിന്റെ ഒരു നല്ല കൂട്ടുകാരിയായത് കൊണ്ടാണ് ശ്രുതി, എന്നിട്ട് ഈ നീ തന്നെ എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്നൊക്കെ പറഞ്ഞ് മീരയും ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്കിടുവാണ്. ദേഷ്യം വന്ന ശ്രുതി മീരേനെ വീണ്ടും ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അപ്പോൾ സച്ചി ഇതിൻ്റെ ഇടയിൽ രേവതിനോട് വേറൊരു കാര്യം കൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. രേവതി, ആ പാർട്ടി നടക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫോൺ മിസ്സായത്, നിനക്കറിയാലോ. ആ പാർട്ടി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പാലറേട്ടത്തിയും മീരയാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ഫോണിന് വേണ്ടി വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് തരാം, വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകിൽ നടക്കുമായിരുന്നു. ഏതോ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ മിസ്സായി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ലീക്കായതും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ പാർട്ടിയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആരും ഒരാളെല്ലാം എൻ്റെ ഫോൺ അടിച്ചു മാറ്റിയത് അത് പാലറേട്ടത്തിൽ തന്നെയാണെന്ന് സച്ചി ഉറപ്പിച്ച് പറയുവാണ്. അങ്ങനെ ഈ സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സച്ചി ആ മീരയുടെ ഫോട്ടോ കടക്കാരൻ അയച്ചു കൊടുക്കുന്നത്. കടക്കാരനാണെങ്കിലോ ഈ ഫോട്ടോ കണ്ടു കഴിയുമ്പോഴേക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സച്ചി, ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഫോൺ മിസ്സായത്. ഓട്ടോക്ക് വേണ്ടി കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോ കിട്ടിയപ്പോഴേക്കും കയറി പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് മനസ്സിലായേ മീരയാണ് ആ ഫോൺ അടിച്ചു മാറ്റിയതെന്ന്. മീര വെറുതെ ഒന്നും ചെയ്യില്ല, ഈ ഫോൺ അടിച്ചു മാറ്റലിന് പിന്നിൽ ശ്രുതിയാണെന്ന് ഉറപ്പിച്ചിരിക്കുവാണ് സച്ചി. സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ മീരയുടെ വീട്ടിലോട്ട് പോവാണ്. മീരയുടെ വീട്ടിലോട്ട് പോയിട്ട് സച്ചി തൻ്റെ കയ്യിലിരുന്ന ആ കളഞ്ഞുപോയ ഫോണില്ലേ അത് മീരക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ സച്ചി പറയാം, നിനക്ക് ഓർമ്മയുണ്ട് ഈ ഫോൺ മീരയെന്ന് ചോദിക്കുമ്പോഴേക്കും മീര ഒന്നും മിണ്ടുന്നില്ലേ. നീ മിണ്ടില്ലടി, എനിക്കറിയാം, നീയാണോ പാർട്ടിക്കിടയിൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മീര ഒന്നും മിണ്ടാതെ അത് പിന്നെ സച്ചി ഞാൻ ഒന്ന് വിക്കി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നിനക്ക് ഈ ഫോൺ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നെ കൊണ്ട് ഇതൊരാൾ ചെയ്യിച്ചതാണ്. അത് ചെയ്യിച്ചത് ആരാണെന്നും എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പാലറേട്ടത്തി അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര തലകുനിച്ച് നിൽക്കുവാണേ. ശരത്തിൻ്റെ ആ വീഡിയോ ലീക്കായതിൻ്റെ പിന്നിലും നിങ്ങളല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മീര അപ്പോഴൊന്നും മിണ്ടുന്നില്ല. സച്ചിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഉറപ്പായതിനു ശേഷം നേരെ രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്, രേവതി, പൂക്കട നീ പൂ കൊടുക്കാൻ പോയിരിക്കുവാണോ, എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം. അതുപോലെ തന്നെ ശ്രുതിയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി നേരെ ഈ ഫോണുമായിട്ട് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ എൻ്റെ കളഞ്ഞുപോയ ഫോൺ കിട്ടിയെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ കിട്ടി, അതിനെന്താ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ഫോൺ മോഷ്ടിച്ചത് ആരാണെന്ന് അറിയാവോ അച്ഛന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് സച്ചിനെ. അത് ഈ പാലറേട്ടത്തിയാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് പേടിച്ച് വിറച്ചാണ് ഓൾറെഡി ആൾ നിൽക്കുന്നത്. ഇതും കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഷോക്കായിട്ട് നിൽക്കുവാണേ. അപ്പോഴേക്കും എല്ലാവരും ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ സച്ചിയുടെ ഫോൺ മോഷ്ടിച്ചെന്ന്, എനിക്കെന്തിനാ സച്ചിയുടെ ഫോൺ, എൻ്റെ കയ്യിൽ സച്ചിയുടേനേക്കാളും നല്ല ഫോണാണ് ഇരിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പാലറേട്ടത്തി ഉരുണ്ട് കളിക്കണ്ട, പാലറേട്ടത്തിയും ആ ആൻ്റണി ആയിട്ടുള്ള ബന്ധമൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനെ ചോദിക്കുന്നുണ്ട്, ഏത് ആൻ്റണിയാടാ സച്ചി. അച്ഛാ, ആ പലിശക്കാരൻ ആൻ്റണിയില്ലേ, അച്ഛനറിയാം, അയാളുമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ഗുണ്ടയും ഈ പാലറേട്ടത്തിയും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണുള്ളത്. പാലറേട്ടത്തിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അയാളാണ്. പാലറേട്ടത്തി അയാളിൽ നിന്നും പലിശക്ക് കാശും മേടിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയ്ക്ക് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ശ്രുതി അപ്പോഴും എതിർത്ത് തന്നെ ഓരോന്ന് പറയുന്നുണ്ട്, സച്ചി ദേ ആവശ്യമില്ലാത്തത് ഓരോന്നും പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ശരത്ത് ആ ആൻ്റണിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോഴേക്കും ആൻ്റണിക്ക് ശരത്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ആൻ്റണിയുടെ നിർദ്ദേശപ്രകാരം ദേ ഇവള് എൻ്റെ ഫോൺ അടിച്ചു മാറ്റിയിട്ട് ആ വീഡിയോ ലീക്കാക്കിയത് ഈ പാലറേട്ടത്തെയാണ് പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഈ സച്ചി പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ല. എനിക്കറിയില്ല അങ്കളെ ഈ സച്ചി എന്തൊക്കെയാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്ക് ഞാൻ തെളിയിച്ച് തരാടി, നിന്റെ കൂട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് പിന്നൊന്നും മിണ്ടുന്നില്ലേ. പിന്നെ അവിടെ ഭയങ്കര ഒരു സച്ചിയുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും കുടുംബത്തിന് ദ്രോഹം ചെയ്തൊരു പ്രവൃത്തിയാണ് മോളെ നീ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. നിൻ്റെ ഒന്നില്ലെങ്കിലും ചേട്ടൻ്റെ, നിൻ്റെ ഭർത്താവിൻ്റെ അനിയനല്ലേ സച്ചി, ആ സച്ചിക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യം നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.